ഹായ് ഓൾ, ഐ എം സോന. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ 10th ഒക്കെ കഴിഞ്ഞ് +1 വന്നിരിക്കുകയാണ്. ഹൈസ്കൂളൊക്കെ കഴിഞ്ഞു, ഹയർ സെക്കൻഡറി എത്തിയല്ലേ. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരിക്കും. ഇഷ്ടപ്പെട്ട സ്ട്രീമൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം എല്ലാവർക്കും. അപ്പം നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കാണുന്നൊരു ഒരു വിഷയമായിരിക്കും അല്ലേ. പക്ഷേ അത്രയ്ക്ക് സിമ്പിളൊന്നും അല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളെടുത്ത ഏത് സ്ട്രീം ആയിക്കോട്ടെ അല്ലെ, സബ്ജക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അതെന്തുകൊണ്ടാണ് ടീച്ചർ പറയണതെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും സബ്ജക്ട്സിൽ A+ കിട്ടിയാൽ ഇംഗ്ലീഷിൽ A+ പോകാനുണ്ട്. കാരണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ 10th വരെ പഠിച്ചൊരു ഇതിലാണ് നമ്മൾ +1 എത്തുമ്പോഴും ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യണം. സോ ആ ഒരു അപ്രോച്ചല്ല നമുക്ക് വേണ്ടത്. നമ്മൾ സബ്ജക്ട്സിന് കൊടുക്കണം അതേ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനും കൊടുക്കണം, ഇംഗ്ലീഷിനും കൊടുത്തുകൊണ്ട് പഠിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും ഫുൾ A+ ഇംഗ്ലീഷിലാണ് A+ പോയിരിക്കുന്നത്. നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ചോദിച്ചു വെച്ചാൽ അവരൊക്കെ പറയും അത് ഇംഗ്ലീഷിന് പലർക്കും പോയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ആണ് പറയുന്നത്. ടീച്ചർ 100% സ്റ്റുഡൻസും അങ്ങനെയാണെന്നല്ല, ഒരു ഓൾമോസ്റ്റ് കുട്ടികൾക്കും ഇംഗ്ലീഷിലാണ് പോയിരിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവസാനമായിരിക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നോക്കുക. ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് എന്ത് വിചാരിക്കും, ലാംഗ്വേജ് അല്ലേ, അവസാനം നമുക്ക് നോക്കിയാൽ പോരെ, എന്നാലും കവർ ചെയ്തെടുക്കാമല്ലോ എന്നായിരിക്കും നമ്മളുടെ ഒരു കോൺസെപ്റ്റ്. ശരിയാണ്, നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചാലും നമുക്ക് അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഗ്രാമർ പോർഷൻസ് ചിലപ്പോൾ നോക്കില്ല, അല്ലെങ്കിൽ വെച്ചാൽ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ 10th പഠിക്കാനുണ്ടാവും. അതൊന്നും നമുക്ക് ചിലപ്പോൾ നോക്കാനുള്ള ടൈം കിട്ടില്ല അവസാനത്തെ ദിവസം ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം മുതൽ തന്നെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും കൊടുക്കുന്ന ഇമ്പോർട്ടൻസിൽ എന്തും പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം കേട്ടോ. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ടീച്ചർ പറയണേ. പിന്നെ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് എല്ലാ സബ്ജക്റ്റ്സും നോക്കുന്ന ടീച്ചർക്ക് അറിയാം. എന്നിരുന്നാൽ കൂടി നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ ടീച്ചർ ഇന്ന് എടുക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റാണ്. നമുക്കിപ്പോൾ 10th പോലെ ചാപ്റ്റർ ബേസ് അല്ല, യൂണിറ്റ് ബേസ് ആണ്. നമുക്ക് ടോട്ടലി 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ് ഈ യൂണിറ്റിൻ്റെ ഒരു നെയിം എന്ന് പറയണം കേട്ടോ. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മഹത്വം അല്ലേ. ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മഹത്വമാണ്. മഹത്വത്തിൻ്റെ ഒരു കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് പേജിൽ പറയുന്നത്. നോക്കിക്കേ, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ദ ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. വിൻസ്റ്റൺ ചേർച്ചിൽ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ആദ്യം പറഞ്ഞേക്കുന്നത്. എന്താ പറയുന്നത്, വിജയം അന്തിമമല്ല. നമുക്കിപ്പോൾ ഒരു വിജയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല, അവസാനിക്കുന്നില്ല അല്ലേ. പരാജയമോ ഒരു മാരകവുമല്ല. പരാജയം എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരാൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയോ ഇല്ല. എന്നെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. കാരണം നമ്മൾ ഒരു ഫെയിലിയർ ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കാതെ നമ്മൾ തുടർന്നും അതിനു വേണ്ടി പരിശ്രമിക്കാനുള്ളൊരു ധൈര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്നാണ് ആര് പറയുന്നത്, വിൻസ്റ്റൺ ചേർച്ചിൽ പറയുന്നൊരു കാര്യം. അപ്പോൾ യൂണിറ്റ് നോക്കുക, സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസിവറൻസ്. എന്താ പറയുന്നത്, ഈ പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു ഉത്സാഹം ഉണ്ടല്ലോ, അതിനാണ് കേട്ടോ പറയുന്നത്. ശരിക്കും സ്ഥിരമായിട്ട് നമ്മൾ എന്തിനേയും വേണ്ടി പരിശ്രമിച്ചു വെച്ചാൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് എന്താണ്, വിജയം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതേഴ്സ് ക്യാൻ ഇൻസ്പയർ അസ്. എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ മഹത്തായിട്ടുള്ള കുറേ നേട്ടങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നു, പ്രചോദിപ്പിക്കുന്നു അല്ലേ. ഇപ്പം നമ്മൾ പറയും, ഒരാൾ ഫുൾ A+ വാങ്ങിയിട്ട് നമ്മൾ പറയും, നമുക്ക് എന്തായാലും ഫുൾ A+ വാങ്ങണം. ശരി, അതൊന്നും വേണ്ട. നമ്മൾക്കൊരു എയിം ഉണ്ടാവും, നമ്മളിപ്പോൾ ഒരു കളക്ടർ ആവണം. ഒരാളെ കണ്ടിട്ട് നമ്മൾ പറയും, അയ്യോ എനിക്ക് ഒരേപോലെ കളക്ടർ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, മഹത്തായിട്ടുള്ള പല നേട്ടങ്ങളും നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ആൻഡ് വി ഇൻ ടേൺ ക്യാൻ ബി ആൻ ഇൻസ്പിറേഷൻ ടു മെനി. അതുപോലെ തന്നെ നാമും ധാരാളം പേർക്ക് എന്താവണം,
പ്രചോദനമാകണം അല്ലേ? നമ്മൾക്ക് മാത്രം മറ്റുള്ളവർ പ്രചോദനമാകാതെ നമ്മളും പലർക്കും, നിറയെ ആളുകൾക്ക് നമ്മൾ എന്തായി മാറണം? പ്രചോദനമായി മാറണം. ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക്, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്, ഹൈലൈറ്റ്സ് ദ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഓഫ് സം ഗ്രേറ്റ് പീപ്പിൾ. എന്താണ് ഈ ആദ്യത്തെ ഒരു യൂണിറ്റ്, ഈ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മുഖ്യമായിട്ടുള്ള കുറേ വിശിഷ്ട ഗുണങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ മുഖ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? വിവരിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ത്രോസ് ലൈറ്റ്സ് ഓൺ ദ ക്വാളിറ്റീസ് ദാറ്റ് ആർ ടു ബി ഡെവലപ്ഡ് സോ ആസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. എന്താണ്? ജീവിതം വിജയമാക്കാൻ വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യുന്നു? വളർത്തിയെടുക്കേണ്ട ഗുണങ്ങളിലേക്ക് ഈ യൂണിറ്റ് ഒരു വെളിച്ചം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് ആൻ അനക്ഡോട്ട് ഫ്രം ദ ലൈഫ് ഓഫ് എബ്രഹാം ലിങ്കൺ, ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്. ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. എബ്രഹാം ലിങ്കൻ്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു അനക്ഡോട്ട് പറയുന്നുണ്ട്. എ സ്റ്റോറി ബൈ ലിയം ഓഫ് ലഹേർട്ടി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഒരു സ്റ്റോറി ഉണ്ട്, ലിയം ഓഫ് ലഹേർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. പിന്നെന്ന് പറയുന്നത് സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഐ വിൽ ഫ്ലൈ. അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസംഗമുണ്ട്, ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിൻസ്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ഒരു പ്രൊഫൈല് കൂടെ പറയുന്നുണ്ട്. ആൻഡ് എ പോയം ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്, ഇഫ്. അതുപോലെ തന്നെ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന് പറയുന്ന ഒരു കവിതയും കൂടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. ഇറ്റ്സ് എയിംസ് അറ്റ് എക്യുപ്പിംഗ് ദ ലേണേഴ്സ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ് വിത്ത് കറേജ്, കോൺഫിഡൻസ് ആൻഡ് പെർസീവറൻസ് ആൻഡ് ടു ബിക്കം യുണീക്ക് ഇൻ ദയർ ഓൺ വേയ്സ്. എന്താണ് ഈ ഒരു യൂണിറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ, ഈ യൂണിറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വെല്ലുവിളികളെയും വളരെ ധൈര്യത്തോടു കൂടിയും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും വളരെ സ്ഥിര ഉത്സാഹത്തോടു കൂടിയും നേരിടാനുള്ള ഒരു ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് കൊടുക്കുന്നത്. വൈൽ ഡൂയിങ് സോ ദേ മസ്റ്റ് അപ്ഹോൾഡ് ദ വാല്യൂസ് ഓഫ് ലൈഫ്. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനായി കഴിയും. The unit also aims at building confidence in learners to use English effectively and to help them acquire a strong linguistic foundation that will improve their application of language in other contexts. അതുപോലെ തന്നെ യൂണിറ്റ് ലക്ഷ്യം വയ്ക്കുന്ന എന്താണ്? ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇംഗ്ലീഷ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരു വളരെ നല്ലൊരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക, അതിനു വേണ്ടി സഹായിക്കുക. അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ഒരു ഭാഷ എവിടേക്ക് ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് തരുന്നത് കേട്ടോ. ഇത്രയും ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു യൂണിറ്റ് അവർ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് പറയണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുക, ലെറ്റ്സ് ബിഗിൻ എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു കോട്ടിങ്സാണ് പറയണേ. നോക്കിയേ, സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. അതിൽ പറയുന്നത് എന്താ? സം ആർ ബോൺ ഗ്രേറ്റ്, ചിലർ എന്ത് ചെയ്യുന്നു? മഹാന്മാരായി ജനിക്കുന്നു. സം അച്ചീവ് ഗ്രേറ്റ്നെസ്, ചിലർ എന്ത് ചെയ്യുന്നു? ആ ഒരു ഗ്രേറ്റ്നെസ്, മഹത്വത്തെ നേടിയെടുക്കുന്നു. അതുപോലെ തന്നെ സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ചിലരുടെ മേൽ മഹത്വമുണ്ട്. ചിലർ മഹത്വത്താൽ ജനിക്കുന്നു, ചിലർ മഹത്വം നേടിയെടുക്കുന്നു, ചിലർക്ക് എന്തുണ്ട്? ചിലരുടെ മേൽ മഹത്വമുണ്ട്. ഇതാണ് വില്യം ഷേക്സ്പിയർ പറയുന്നൊരു കാര്യം കേട്ടോ. അതിൽ പറയുന്നത് എന്താണ്? ഈസ് ഗ്രേറ്റ്നെസ് ആസ് ആൻ ഇന്നേറ്റ് ട്രേറ്റ്. എന്താ പറയുന്നത്? ഈ ഒരു മഹത്വം എന്ന് പറയുന്നത് ഒരു സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണോ? ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഓർ ഈസ് ഇറ്റ് അക്യൂർഡ് ബൈ സക്സസ്ഫുൾ ഓർ ത്രസ്റ്റ് അപ്പോൺ ദം? അതാണോ
അത് വിജയി ഇങ്ങനെ ആർജിച്ചെടുക്കുന്നതാണോ അതോ അവരിൽ അത് ചുമത്തപ്പെടുന്നതാണോ? ഈ ഒരു മഹത്വം എന്ന് പറയുന്നത് എന്താണ്? ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ എന്നുള്ളത് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇപ്പോൾ ഒരു വിജയി ഒരു മഹത്വം ആർജിച്ചെടുക്കുന്നതാണോ, അവർ ചെയ്തിട്ട് അവർ നേടിയെടുക്കുന്നതാണോ അതോ അവരുടെ മേൽ ഇങ്ങനെ ചുമത്തി ഫോഴ്സ്ഫുള്ളി അത് അവരുടെ മേൽ ചുമത്തുന്നതാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ചർച്ച ചെയ്യാനാണോ ഒരു പറയണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? എന്തെല്ലാം ക്വാളിറ്റീസാണ് ഒരു വ്യക്തിയെ മഹത്വത്തിലാക്കുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ ബോക്സിൽ എഴുതണം. അപ്പോൾ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് മഹത്വമാണ്. മഹത്വം നോക്കി ഏതിലൊക്കെ കൂടെ നേടിയെടുക്കാൻ പറ്റും? നമുക്ക് എങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റും? നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലേ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പെർസീവറൻസ്, നമ്മൾ ഡെയിലി അതിനു വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും. പേഷ്യൻസ്, നമ്മളൊരു ക്ഷമയോടുകൂടി ആ ഒരു ലക്ഷ്യത്തിലോട്ടുള്ള ഓരോ പടികളും കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. എൻതൂസിയാസം, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഡിറ്റർമിനേഷൻ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ മഹത്വം നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഹാർഡ് വർക്ക്, പിന്നെ ഇതിനൊക്കെ ഉപരി നമുക്ക് എന്ത് വേണം? നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം, അല്ലേ, ഒരു കഠിനാധ്വാനം നമ്മളിൽ നിന്ന് വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു മഹത്വം എന്ന് പറയുന്നൊരിത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വി സ്ട്രൈവ് ടു റീച്ച് ഹൈറ്റ്സ്, അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ബട്ട് അറ്റ് ടൈംസ് ഇറ്റ് സീം ഡിഫിക്കൽട്ട്. എന്താ പറയുന്നത്? ഉയരങ്ങളിലേക്ക് എത്താനും ഒരു മഹത്വം നേടുവാൻ വേണ്ടിയിട്ടും അങ്ങനെ ജീവിതത്തിൽ വിജയിക്കാനും നാം എന്ത് ചെയ്യുന്നു? ഭയങ്കര ബുദ്ധിമുട്ടി ഇങ്ങനെ നമ്മൾ പരിശ്രമിക്കുകയാണ്, അല്ലേ, ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും അത് പ്രയാസമായി കാണുന്നു. എന്നാൽ കുറേയൊക്കെ നമ്മളിങ്ങനെ എഫേർട്ട് ഇട്ട് ചെയ്താലും അത് നമുക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ തോന്നുന്നുണ്ട്? ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നാറുണ്ടല്ലേ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ. ഈ ഒരു ചിത്രം നോക്കിയേ, നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ടല്ലേ, അതിലെന്താ കാണുന്നത്? ഒരു സ്കൂളിൽ ഒരു ആനിവേഴ്സറി നടക്കുകയാണ്, അല്ലേ, സ്കൂൾ ആനിവേഴ്സറി നടക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ പുഷ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? അവിടെ മൈക്കിന് മുന്നിലോട്ട് കൊണ്ടാക്കുവാണ്, അല്ലേ. വാട്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഡസ് ഇറ്റ് ഇവോക്ക് ഇൻ യുവർ മൈൻഡ്? എന്തെല്ലാം ചിന്തകളും വികാരങ്ങളുമാണ് ഇത് നിങ്ങളിൽ ഉണർത്തുന്നത്? എന്തെല്ലാം വികാരങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ പറയുന്നത്? എന്താണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയാണ്. കാരണം നമുക്കൊരു മൈക്കിന് മുന്നിൽ പോയി സംസാരിക്കാൻ നമുക്ക് ആത്മവിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് വേണ്ടത്, അല്ലേ. നമ്മളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലേ. നമുക്കൊരു പെട്ടെന്നൊരു മൈക്ക് തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഷിവറിങ്ങും ഭയങ്കര ഒരു ഫിയറും ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയോ ഒരു മൈൻഡായിരിക്കും നമ്മൾക്ക്. അവിടെ എന്താ ഇല്ലാത്ത? അവിടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ. ഗിവ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ ടു ദ പിക്ചർ. ഈ ഒരു ചിത്രത്തിന് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി എങ്ങനെ കൊടുക്കാം? എ പുഷ് ടു സക്സസ്, അല്ലേ. വിജയത്തിലോട്ട് നമ്മളെ എന്ത് ചെയ്യാണ്? തള്ളിവിടുന്ന പോലെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. ഹാവ് യു ഹാഡ് എനി സിമിലർ എക്സ്പീരിയൻസ്? ഇതുപോലെ നിങ്ങൾക്ക് സാമ്യമുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് എന്താണ് പങ്കുവെക്കാനായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പങ്കുവെക്കണം കേട്ടോ. ഇനി റീഡ് ആൻഡ് ഡിസ്കസ്. Abraham Lincoln is one of the greatest of American statesmen. He is known for his celebrated speeches. Here is the സ്റ്റോറി ഓഫ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് ആസ് എ ലിറ്റിൽ ബോയ്. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് വളരെ മഹത്വമായിട്ടുള്ള ഒരു അമേരിക്കയിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സെലിബ്രേറ്റഡ് സ്പീച്ച്, അദ്ദേഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസംഗമൊക്കെ ഭയങ്കര നന്നായി പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച്, അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു സ്പീച്ചാണ് ഇവിടെ പറയുന്നത്, പ്രസംഗമാണ് പറയുന്നത് കേട്ടോ. എബ്സ് ഫസ്റ്റ് സ്പീച്ച്, എബിയുടെ ആദ്യത്തെ പ്രസംഗം എന്നാണ് പറയുന്നത് കേട്ടോ. Hibbs made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair streaking through a hole in the crown of his cheap straw hat. എന്താണ് പറയുന്നത്? ബാലനായിരുന്നപ്പോൾ, അവൻ കുട്ടിയായിരുന്നപ്പം എബി തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുകയാണ്. ചില എബ്രഹാം ലിങ്കൻ ആദ്യത്തെ പ്രസംഗം നടത്തുകയാണ് കേട്ടോ. നഗ്നപാതനായിട്ട്, ബെയർഫൂട്ട് എന്ന് പറഞ്ഞാൽ കാലിൽ ചെരുപ്പൊന്നുമില്ല, അതുപോലെ തന്നെ ഒരു വള്ളിയിൽ തൂങ്ങുന്ന ട്രൗസറും ഇട്ട് കാണുന്നുണ്ട്, അല്ലേ. നമുക്ക് ഒരു വള്ളിയിൽ തൂങ്ങുന്ന ഒരു ട്രൗസറൊക്കെ ഇട്ടിട്ട് ഒരു
തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഓട്ടയൊക്കെയുള്ള ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, തലമുടിയൊക്കെ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അപ്പിയറൻസ് ആണ് ആ കുട്ടിയുടെ എന്ന് പറയുന്നത്. നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. Abe's in company with his rail-splitting companion Dennis Hanks attended a political meeting, which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms wildly. എന്താ പറയുന്നത്, ഡെന്നിസ് ഹാങ്സ് എന്ന തൻ്റെ സുഹൃത്തുമായിട്ട് ഒരു രാഷ്ട്രീയ യോഗത്തിൽ എബി പങ്കെടുക്കുകയായിരുന്നു കേട്ടോ. ഒരു രാഷ്ട്രീയ യോഗമാണ്, അപ്പോൾ പങ്കെടുക്കുമായിരുന്നു. ഉച്ചത്തിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു മരക്കുറ്റി പ്രാസംഗികനായിരുന്നു യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രസംഗത്തെയൊക്കെ നയിച്ചു കൊണ്ട് പോകുന്നത് കേട്ടോ. അയാൾ ഭയങ്കര ഉച്ചത്തിലും ഭ്രാന്തമായും കൈകൾ വീശി ഇങ്ങനെ സംസാരിക്കും. വീശി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു പ്രസംഗത്തിൽ കണ്ടുവച്ചാൽ മനസ്സിലാവും, നന്നായിട്ട് ഇങ്ങനെ പ്രസംഗം പറയുന്നവർ ഇങ്ങനെ കൈയൊക്കെ വീശി ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള ലെവലിൽ ഇങ്ങനെ നമുക്ക് ഭയങ്കര കൈയൊക്കെ വീശി നമുക്ക് കണ്ടുവച്ചോ അയ്യോ എങ്ങനെ സംസാരിക്കുന്നു എന്ന് തോന്നിപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം ആ ഒരു പ്രസംഗം കൊണ്ടുപോകുമായിരുന്നു. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച് which did not meet the views either of Abby or Dennis, the latter declared the ape could make a better speech than that. Whereupon he got a dry good box and called on Abby to reply to the campaign orator. എന്താണ്, എബിയുടെയും ഹാങ്സിൻ്റെയും കാഴ്ചപ്പാടുകൾക്ക് നിരക്കാത്ത ആ പ്രസംഗം എന്ത് ചെയ്തു, അവസാനിച്ചു. അതിനേക്കാൾ നല്ലൊരു പ്രസംഗം നടത്താൻ എബിക്കാകുമെന്ന് ഡെന്നീസ് പറയാണ് കേട്ടോ. ഡെന്നീസ് പറയുന്ന കൂട്ടുകാരൻ പറയാണ്, ഇതിനേക്കാളും നല്ലൊരു പ്രസംഗം നിനക്ക് പറയാൻ പറ്റുമെന്ന് എബിയോട് പറയുവാണ്. അതേ തുടർന്ന് ഒരു വീഞ്ഞുപെട്ടി സംഘടിപ്പിച്ച ശേഷം സംഘടനാ നേതാവിൻ്റെ പ്രസംഗത്തിന് മറുപടി നൽകാൻ എബിയെ അയാൾ ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലിറ്റിൽ ഏബ് threw his old straw hat on the ground and mounting the dry good box delivered a speech which held the attention of the crowd and won him considerable applause. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. എന്താ പറയുന്നത്, എബി തൻ്റെ പഴയ കച്ചി തൊപ്പി, ഇങ്ങനെ ആ ഒരു തൊപ്പി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ തറയിലേക്ക് വലിച്ചെറിഞ്ഞ് വീഞ്ഞുപെട്ടിയിൽ കയറി നിന്നുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയും പിടിച്ചു പറ്റുന്ന രീതിയിലും ഒരു ഒന്നാം തരം കയ്യടി കിട്ടുന്ന രീതിയിലും ഒരു പ്രസംഗം നടത്തി. അതൊരു നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. തൻ്റെ പ്രസംഗത്തിലെ എല്ലാ ആശയങ്ങളും മറുപടിയും എല്ലാം അതൊന്ന് സംഘടനാ നേതാവ് പോലും സമ്മതിച്ച രീതിയിൽ വളരെ ബെസ്റ്റായിട്ടൊരു പ്രസംഗം നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Dennis Hanks, who thought Abe was the greatest man who ever lived, was delighted, and he often spoke of how young Abe got the better of the trained campaign speaker. എന്താ പറയുന്നത്, ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മഹാനാണ് ആര്, എബി എന്ന് വിശ്വസിച്ച് ഡെന്നിസ് ഹാങ്സ് വിശ്വസിക്കുകയാണ് എബിയാണ് ഏറ്റവും ഭയങ്കര മഹത്തായിട്ടുള്ള ഒരു വ്യക്തി എന്ന് വിശ്വസിച്ച് വളരെ സന്തുഷ്ടയോടെ പയ്യനായ എബി എപ്രകാരമാണ് ആ ഒരു ഇത്രയും വലിയ പ്രാസംഗികനെ നന്നാക്കിയെടുത്തതെന്ന് ഇടയ്ക്കിടെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് തന്നെ ആ ഒരു വ്യക്തിയുടെ കഴിവ് ആളുകളുടെ മുന്നിലോട്ട് എത്തിച്ചു. അവിടെ എന്തുണ്ടായി, ആ കുട്ടിക്ക് അവിടെ ഒരു കറേജ് ഉണ്ടായി അല്ലേ, അവിടെ ഒരു ധൈര്യം ഉണ്ടായി. ആ ഒരു ധൈര്യത്തിലാണ് അതിൻ്റെ മുന്നിൽ പോയിട്ട് ഇത്രയും വലിയൊരു ഈ ഒരു മീറ്റിങ്ങിൽ പോയി സംസാരിക്കാനുള്ളൊരു ധൈര്യം കൊണ്ടാണ് ആ കുട്ടിക്ക് അന്ന് അവൻ്റെ ഒരു കഴിവ് അവിടെ ഇതാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇവിടെ പറയണം കേട്ടോ. വാട്ട് മേഡ് ലിറ്റിൽ ഏബ് സ്റ്റാൻഡ് ഓൺ ദ ഡ്രൈ ഗുഡ് ബോട്ട്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്. എന്താ പറയുന്നത്, വീഞ്ഞുപെട്ടിക്ക് പുറത്ത് കയറി നിന്നുകൊണ്ട് എബി പ്രാസംഗികനായല്ലോ, അതെങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കയറി നിന്ന് അവനെങ്ങനെ ഒരു പ്രാസംഗികനായി എന്നുള്ളതാണ്. ഡു യു തിങ്ക് good dress, appearance, position in society, etc. are needed to present yourself before the public for a speech? നിങ്ങൾ ചിന്തിക്കണ്ടോ, നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് നല്ലൊരു അപ്പിയറൻസ് ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ലൊരു പദവിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്
എന്താണ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു സ്പീച്ച് നടത്തേണ്ടത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെന്നിസ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യങ് എബ്? അതുപോലെ തന്നെ എബിയുടെ ഈ ഒരു കഴിവുണ്ടല്ലോ അത് പുറത്തു കൊണ്ടുവരുന്നതിൽ ഡെന്നീസിൻ്റെ പങ്ക് എന്ത് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഡു യു തിങ്ക് ദാറ്റ് എവറിബഡി ഹാസ് സം പൊട്ടൻഷ്യൽ ഇൻ ദം? വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Some people take the initiative while others do not dare to showcase their talents. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വേദി എടുക്കുകയും ചിലരാണെങ്കിൽ അവരുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യുന്നതിൽ കാണിക്കുന്നതിൽ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. വാട്ട് യു തിങ്ക് ആർ ദ റീസൺ ഫോർ ദിസ്? എന്തൊക്കെയാണ് ഈ ഒരു കാര്യം നടക്കാൻ എന്തൊക്കെയാണ് കാരണങ്ങളുള്ളതെന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ഡൗൺ യുവർ വ്യൂസ്, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. കാരണം ചിലവരെന്ത് ചെയ്യുന്നു, അവരുടെ ടാലൻസ് വളരെ കോൺഫിഡൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, എന്നാൽ ചിലവരാണെങ്കിൽ അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. 2 പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റിയും ലാക്ക് ഓഫ് കോൺഫിഡൻസും എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അത് എഴുതാനാണ് കേട്ടോ പറയണേ. ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ലിയാം ഓഫ് ലഹേർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് പറയുന്നത്. ആദ്യം നമുക്ക് ലിയാം ഓഫ് ലഹേർട്ടിനെ കുറിച്ച് ആദ്യം നോക്കാം കേട്ടോ. ലിയാം ഓഫ് ലഹേർട്ടി 1896-1984. ഹി വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ ചെറുകഥാകൃത്തുവാണ് കേട്ടോ. ഹിസ് വർക്ക്സ് ആർ നോട്ടഡ് ഫോർ ദെയർ സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ് പ്രോബ്ലംസ് ആൻഡ് ദ വേസ് ഓഫ് ഓവർകമ്മിങ് ദം. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കലി കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവിലാണ് അദ്ദേഹം പല പ്രശ്നങ്ങളും എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കലി മൂവ് ചെയ്യണ്ടേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം വഴിയിലൂടെ അത് തരണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പല കവിതകളിലാണെങ്കിലും കഥകളിലാണെങ്കിലും എല്ലാത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലീവ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നതിൽ എന്താണ്, ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെയും ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ലൈഫ്. നമ്മൾ ഒരു കുടുംബ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പോവാതെ നമ്മളുടെ ഒരു ആത്മവിശ്വാസത്തിലും നമ്മളുടെ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് കേട്ടോ ഈ സ്റ്റോറിയിൽ. ത്രൂ ദ സ്റ്റോറി ഓഫ് ദ ബേർഡ്സ് ദ റൈറ്റർ കൺവേസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. അതുപോലെ തന്നെ ഈ ഒരു കഥയിൽ ഉടനീളം അദ്ദേഹം ഒരു പക്ഷിയെയാണ് കേട്ടോ ഇതിലൊരു ക്യാരക്ടറായിട്ട് പറയണം, മെയിൻ ക്യാരക്ടറായിട്ട്. അതിൽ റൈറ്റർ കൺവേ ചെയ്യുന്നത് ഒരു സെൽഫ് എസ്റ്റീമിൻ്റെയും സെൽഫ് റിലയൻസിൻ്റെയും ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നേ എന്നാണ് പറയണത് കേട്ടോ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദ യങ് സീഗുൾ വാസ് alone on his sledge. His brother and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempt to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. ഫസ്റ്റ് പാരഗ്രാഫ് ടീച്ചർ വായിച്ചു കേട്ടോ. ഒരു യങ് സീഗൾ ആണ് ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു യങ് സീഗൾ എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ഈ ഒരു പാറയുടെ മേല് ഇങ്ങനെ ഇരിക്കുകയാണ്, തട്ടുപോലെ നിൽക്കുന്ന ഈ ഒരു പാറയുടെ മേലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലേ, ആ തട്ടുപോലെ നിൽക്കുന്ന പാറയുടെ മേലിൽ നിൽക്കുവാണ്. അവൻ്റെ 2 സഹോദരനും അതുപോലെ തന്നെ സഹോദരിയും ഒരു ദിവസം മുന്നേ തന്നെ പറക്കാനൊക്കെ ആയിട്ട് പഠിച്ചു. പക്ഷേ ഇവനാണെങ്കിൽ എന്താണ്, ഭയങ്കര പേടിയാണ് കേട്ടോ. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിയാണ് അവന് പറക്കാനായിട്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, കുറച്ച് മുന്നിലോട്ട്, ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ പരന്ന് കിടക്കുന്ന ആ ഒരു ഇത്, അതിൻ്റെ അറ്റത്തിലേക്ക് ഇങ്ങനെ ഓടിയിട്ട് അവൻ എന്ത് ചെയ്യും, ചിറകുകൾ അടിച്ച് ഇങ്ങനെ പറക്കാനായിട്ട് നോക്കും. പക്ഷെ അവൻ എന്താണ്, പേടിയായി തന്നെ നിൽക്കുവാണ്.
ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച് ഡൗൺ ബിനിയത്ത്. ആ ഒരു ഇങ്ങനെ വലുതായി കിടക്കുന്ന ആ ഒരു കടലുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഇങ്ങനെ അടിയിലോട്ട് ആഴത്തിലാണ്, ഭയങ്കര അടിയിലോട്ട് ആഴത്തിലാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ചിറകുകൾ എന്താണ്, അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഭയം അവൻ്റെ മനസ്സിലിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നില്ല, അവൻ്റെ ആ ചിറകുകൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പറന്നു പോവാനായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ തല കുനിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ഒരു ഓട്ട ഉണ്ടാവുമല്ലോ, ഒരു ഹോള്, ആ ഒരു കുഞ്ഞു ഹോളിലോട്ട് അവൻ പിറകിലോട്ട് തിരിച്ച് ഓടി വന്നിട്ട് അവൻ അവിടെ ആ ഒരു എഡ്ജിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദർ ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഹൂസ് വിങ്സ് were far shorter than his own. എന്താ പറയുന്നേ, തൻ്റെ ജ്യേഷ്ഠൻ്റെയും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞനുജത്തിയുടെയും ചെറിയ ചിറകുകളാണ്, ഇവനേക്കാളും എന്താണ്, വളരെ ചെറിയ ചിറകുകളാണ്. റാൻ ടു ദ ബ്രിങ്, പാറയുടെ അറ്റം വരെ ഓടി വന്നിട്ട് ഫ്ലാപ്ഡ് ദെയർ വിങ്സ്, ശേഷം ചിറകുകൾ വിടർത്തി പറന്നു പോയതാണ് അവർ കേട്ടോ. ആൻഡ് ഫ്ലൂ എവേ. ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലങ് വിച്ച് അപ്പിയർ ടു ഹിം സോ ഡെസ്പറേറ്റ്. എന്താ പറയുന്നത്, പക്ഷേ അതൊരു ഭയാനകമായ ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയൊരു ഇതിൽ വരുന്നു, ഇങ്ങനെ പറഞ്ഞു. ആ ധീരമായിട്ടുള്ള ആ ഒരു കറേജിയസ് ആയിട്ടുള്ള ആ ഒരു കാൽവയ്പ് എന്ന് പറയുന്നത് അവൻ അവിടെ പരാജയപ്പെട്ടു പോയി. കാരണം അവരുടെ സിസ്റ്റർ ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും അവൻ ഓടി വന്നിട്ട് ചിറകുകൾ വിടർത്തിയിട്ട് ആ ഒരു എഡ്ജിൽ പോയിട്ട് പറന്നു പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇത് അവന് ചെയ്യുമ്പോൾ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവന് തോന്നുകയാണെന്നാണ് പറയണത്. His father and mother had come around calling to him shrilly. shrilly എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൗട്ടിങ് ആയിട്ട്, നിലവിളിക്കാന്ന് പറയില്ല, ഭയങ്കര ഷൗട്ടിങ്ങിൽ, scolding him, threatening to let him starve on his ledge unless he flew away. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അവന് ഭയങ്കര ഒച്ചത്തിൽ വിളിക്കുകയാണ്, എന്നിട്ട് അവനെ കുറേ വഴക്ക് പറയുകയാണ്, അവന് ഭീഷണിപ്പെടുത്തുകയാണ്. നീ ആ ഒരു അറ്റത്ത് പോയിട്ട് നീ പറന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ പട്ടിണിക്കിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവനെ ഭീഷണിപ്പെടുത്താണ്. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷേ അവൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഭയം കൊണ്ട് അവന് അവിടെ നിന്ന് അനങ്ങാനേ പറ്റുന്നില്ല. അവൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യുവാണ് കേട്ടോ. ദാറ്റ് വാസ് 24 hours ago. ഒരു ദിവസം മുൻപുള്ള, ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, ഒരു ദിവസം മുന്നുള്ള ഒരു കാര്യമാണ് ഇത് പറഞ്ഞത് കേട്ടോ. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അതിനെ തുടർന്ന് അവൻ്റെ അരികിലോട്ട് ആരും തന്നെ വന്നില്ല. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. തലേ ദിവസം പകൽ മുഴുവൻ അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും അവൻ്റെ ചേട്ടനാണെങ്കിലും അനുജത്തിയും പറക്കുന്നത് എങ്ങനെയാണെന്നും അവർ എങ്ങനെയാണ് പറക്കലിൻ്റെ കലയിൽ പൂർണ്ണത വരുത്തുന്നത് ശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ പിടിക്കാനായിട്ടാണെങ്കിലും മുങ്ങാൻ പഠിപ്പിക്കാനായിട്ടാണെങ്കിലും അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. He had in fact seen his older brother catch his first herring and devour it, standing on a rock while his parents circled around raising a proud cackle. എന്താ പറയുന്നത്, തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആദ്യമായി ഒരു മീൻ പിടിച്ച ശേഷം പാറയിൽ ചെന്നിരുന്ന് ആർത്തിയോടെ കഴിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര പ്രൗഡായിട്ട് അഭിമാനത്തോടു കൂടി എന്ത് ചെയ്യാണ്, ശബ്ദമുണ്ടാക്കി ജ്യേഷ്ഠനെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. കാരണം ആദ്യമായിട്ട് പോയി മീനിനെ പിടിച്ച് കഴിച്ച്. അപ്പോൾ അത് കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഒരു പ്രൗഡ്ഫുൾ മൊമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് ആ പ്രഭാതം മുഴുവൻ കുടുംബാംഗങ്ങൾ എല്ലാവരും എതിർവശത്തെ പാറക്കെട്ടിൻ്റെ മധ്യത്തിലൂടെ നടന്ന് അവൻ്റെ ബീരുദത്തെ കളിയാക്കിക്കൊണ്ടിരുന്നു. കാരണം ഇവൻ അത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ കളിയാക്കുമായിരുന്നു. നിനക്ക് പോയി പറന്നിട്ട് പോയി ഫുഡ് എടുക്കാനായില്ലല്ലോ, ജ്യേഷ്ഠൻ ചെയ്തുല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേ ഇരുന്നു എന്നാണ് പറയുന്നത്. The sun was now ascending the sky, blazing warmly on his ledge that faced the south. എന്താ പറയുന്നത്, സൂര്യൻ ഉയർന്നുയർന്ന് ആകാശത്തേക്ക് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. He felt the heat because he had not eaten since the previous nightfall. ഈ ഒരു സൗത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവൻ്റെ
പാറയുടെ ഒരു തട്ടുണ്ടല്ലോ, അതിൽ ചൂടേറാനായിട്ട് തുടങ്ങി. തലേ രാത്രിയാണെങ്കിൽ അവനൊന്നും ഭക്ഷിച്ചിട്ടില്ല, കാരണം അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല. അവനിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുകയാണ്. കാരണം ഇവന് എങ്ങനെയെങ്കിലും പറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഇവനെ ഒറ്റയ്ക്കിട്ട് പോയിരിക്കുകയാണ്. അപ്പം അവനൊന്നും തന്നെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. തലേ രാത്രി ഭയങ്കര പട്ടിണിയിലായിരുന്നു. അവന് ചൂട് ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം പാറക്കെട്ടുകളിൽ വരുന്ന ചൂടെന്ന് പറയാൻ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. then he had found a dried piece of Mackerel's tail at the far end of his ledge. അപ്പോഴാണ് അവൻ എന്ത് കണ്ടത്? ഒരു ഉണങ്ങി വരേണ്ട അയിലയുടെ വാല് കാണുന്നത് കേട്ടോ. ആ ഒരു ലെഡ്ജിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ആ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടു. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. അപ്പോൾ അത് അവൻ കണ്ടിട്ട് ഇങ്ങനെ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും അവന് കാണാനായില്ലായിരുന്നു. ആ ഒരു അയിലയുടെ വാല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി പിന്നെ ഒന്നും അവന് കാണാനായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. He had searched every inch, rooting among the rough, dirt-caked straw nest where he had and his brother and sisters had been hatched. താനും അവൻ ഇരിക്കുന്ന എല്ലാവിടെയും അവൻ ജനിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ പരതി നോക്കുകയാണ്. ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ അവൻ നടന്നു എന്നാണ് പറയണത്. He even gnawed at the dried piece of eggshell. It was like eating a part of himself. അവിടെ കിടന്ന ഉണങ്ങിയൊരു മുട്ടത്തോട് പോലും അവനിങ്ങനെ കരണ്ട് നോക്കുകയാണ്, ഇങ്ങനെ ഇതാക്കി നോക്കുകയാണ്. സ്വന്തം ശരീരഭാഗങ്ങൾ തന്നെ ഭക്ഷിക്കുന്നത് പോലെയായിരുന്നു അത്. സ്വന്തം ഇങ്ങനെ ശരീരഭാഗം തന്നെ അവനിങ്ങനെ ചുരണ്ടിയിട്ട് കഴിക്കുന്ന പോലെയായിരുന്നു അവന് തോന്നിയിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily എന്ന് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ടാകാന്ന് വെച്ചാൽ ടയേർഡായി പോയി കേട്ടോ. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിതൗട്ട് ഹാവിങ് ടു ഫ്ലൈ. എന്താണ്, പറക്കാതെ തന്നെ തൻ്റെ മാതാപിതാക്കളുടെ അരികിലെത്താൻ വേണ്ടിയിട്ട് വല്ല മാർഗങ്ങളുണ്ടോയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തൻ്റെ നീണ്ട ചാര നിറമുള്ള കാലുകൾ എന്ത് ചെയ്തു? ആകർഷകമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നിലത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? പാറത്തട്ടിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അടുത്തേക്കോ അമ്മയുടെ അടുത്തേക്കോ നടന്നിട്ട് പോകാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് അവൻ പരതിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻറ്റർഡ് ഇൻ എ ഷിയർ ഫാൾ ഓഫ് precipice. എന്താ പറയുന്നത്? അവൻ്റെ രണ്ട് സൈഡിലും ആ ലെഡ്ജിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ എൻഡിലായിട്ടും അവനിങ്ങനെ ഭയങ്കര ആഴമായിട്ടൊരു സീ ആണ്. അതിൻ്റെ അടിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര ആഴത്തിലുള്ളൊരു കടലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ് വൈഡ് ക്രാക്ക്. അവൻ്റെ അടുത്ത് അവൻ്റെ അമ്മയുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആഴത്തിലുള്ളൊരു വലിയൊരു ഇങ്ങനെ ഒരു കടലാണ് ഇങ്ങനെ നീണ്ട് കിടക്കുന്നത്. ഷുവർലി ഹി കുഡ് റീച്ച് ദം വിതൗട്ട് ഫ്ലൈയിങ് ഇഫ് യു ഓൺലി മൂവ് നോർത്ത്വേർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ്. എന്താ പറയുന്നത്? അവന് ഇങ്ങനെ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പറക്കാതെ ഒരിക്കലും എത്താൻ പറ്റില്ല. അവൻ എന്ത് ചെയ്യണം? ഒരു നോർത്ത് വേർഡ്സിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അതിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? പറന്നേ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക് എന്നാ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് നടക്കും, എങ്ങനെ ഇത് സംഭവിക്കും? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് ടു ഫ്ലൈ. ഇവിടെ ഒരു അറ്റുമില്ല, അതുപോലെ തന്നെ അവനെ പറക്കാനൊട്ട് കഴിയുമില്ല. ആൻഡ് എബോവ് ഹിം ഹി കുഡ് സീ നത്തിങ്. അതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ അവനൊന്നും കാണുന്നുമില്ല. ദ പ്രസിഫൈസ് വാസ് ഷിയർ. അതിൻ്റെ ആഴമാണെങ്കിൽ ഇങ്ങനെ ആഴ്ന്ന് കിടക്കുകയാണ്, ഇങ്ങനെ ഒരു ഡെപ്ത് ഇങ്ങനെ നീണ്ട് കിടക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫർദർ എവേ ദാൻ ദ സീ ബിനിയത്ത് ഹിം. അതുപോലെ തന്നെ അവന് താഴെയുള്ള കടലിനേക്കാൾ ദൂരം അകലെയായിട്ടാണ് മേലെ ആകാശവും. കാരണം അവൻ്റെ കടലെന്ന് പറയുന്നത് അവന് അടുത്തുപോലെ തോന്നണം, അതിനേക്കാളും മുകളിലാണ് എന്ത്? ആകാശം. അതിൻ്റെ മുകളിൽ കൂടെയാണ് അവന് പറന്ന് പോവണ്ടേന്നാണ് പറയുന്നത്. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye then the other and pretended to be falling asleep. എന്ത് ചെയ്യാണ് അവൻ?
അവൻ സാവകാശം പാറത്തട്ടിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ നടന്നു. ഒരു കാല് ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് മറ്റേ കാല് ചിറകിനടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് അവൻ കണ്ണടച്ചു. പിന്നെ മറ്റേ കണ്ണും അടച്ചുകൊണ്ട് ഉറങ്ങുന്നതായിട്ട് അവൻ ഇങ്ങനെ ഭാവിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അവരാരും അവനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ എന്നിട്ടും അവനാരും ഒന്നും ചെയ്തില്ല കേട്ടോ. സ്റ്റിൽ they took no notice of him. He saw his two brothers and sisters lying on the plateau dozing with their heads sunk into their necks. എന്താ പറയുന്നേ? തൻ്റെ ജ്യേഷ്ഠന്മാരും അനുജത്തി എന്ത് ചെയ്യാണ്? തങ്ങളുടെ തല കഴുത്തിലേക്ക് കുറുക്കി വെച്ച് എതിർവശത്തെ ഉയർന്ന പാറയിൽ ഉറങ്ങുന്നത് അവൻ കണ്ടു കേട്ടോ. അവൻ കാണുകയാണ്, അവൻ്റെ ബ്രദറും സിസ്റ്ററിനെയൊക്കെ കണ്ടു. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അതുപോലെ തന്നെ അവൻ്റെ അച്ഛനാകട്ടെ മുതുകിലെ തൂവലുകളെ കൊക്കുകൊണ്ട് വൃത്തിയാക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവൻ്റെ അമ്മ മാത്രമാണ് അവനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അവൻ നോക്കാണ് കേട്ടോ. ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ high hump on the plateau, her white breast thrust forward. അതുപോലെ തന്നെ അമ്മ തൻ്റെ വെളുത്ത നെഞ്ചിടം മുന്നോട്ടാക്കി പാറക്കെട്ടുകളിലെ അല്പം ഉയർന്ന ഭാഗത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അതുപോലെ തന്നെ തൻ്റെ കാൽ ചുവട്ടിൽ ഇരിക്കുന്ന ഒരു മീനിനെ ഇടയ്ക്കിടെ കൊത്തിയെടുക്കുകയും ചുണ്ടിൻ്റെ ഇരുവശത്തും ഇങ്ങനെ ഇരുവശങ്ങളും പാറമേൽ ഉരയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ബേർഡ്സൊക്കെ കാണുകയാണെങ്കിൽ അവരിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ അവരുടെ കൊക്ക് കൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഉരയ്ക്കുമല്ലോ, അത് ഉരയ്ക്കുന്നതൊക്കെ അവൻ കാണുകയാണ് ചെയ്തത് കേട്ടോ. The sight of the food maddened him. അതുപോലെ തന്നെ അവനെ ഭക്ഷണം കണ്ടത് എന്ത് ചെയ്തു? അവനങ്ങനെ ഭ്രാന്ത് പിടിക്കുകയാണ്. കാരണം അവൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം അവൻ ആ ഒരു ഭക്ഷണം കണ്ടത് അവനെ ഭ്രാന്ത് പിടിക്കുകയാണ് ചെയ്തത് കേട്ടോ. Now he loved to tear food that way, scraping his beak now and again to wet it. അതുപോലെ തന്നെ പിന്നെന്താ കണ്ടേ? അവനിങ്ങനെ ഇടയ്ക്കിടെ കൊക്കുരച്ച് മൂർച്ചയുണ്ടാക്കി. അപ്രകാരം ഭക്ഷണം കൊത്തിവലിക്കാൻ അവൻ എന്തുമാത്രം ഇഷ്ടമാണെന്നോ. അവൻ ശബ്ദം താഴ്ത്തി ഒന്ന് കരഞ്ഞു. അമ്മയും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവനെ നോക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹട്ടഡ് എ ലോ കാക്കിൾ, ഹിസ് മദർ കാക്കിൾ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അമ്മയും ഇങ്ങനെ കരഞ്ഞു, ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് അവനെ നോക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാ 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 he cried, begging her to bring him over some food. അവൻ എന്ത് ചെയ്യാണ്? ഗാ 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 പറഞ്ഞ് തനിക്ക് ഇങ്ങോട്ട് കുറച്ച് ഭക്ഷണം കൊണ്ടു തരൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവൻ കരയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോലോള ഷീ സ്ക്രീംഡ് മാക് മോക്കിംഗ്ലി. അതുപോലെ തന്നെ അമ്മ അവനെ കളിയാക്കിക്കൊണ്ട് തിരിച്ച് കരഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ ഫുഡൊന്നും കൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാ പറയുന്നത്. ബട്ട് he kept calling plaintively and after a minute or so. അതുപോലെ തന്നെ വളരെ വിഷമത്തോടെ, പ്ലെയിൻറ്റീവ്ലി എന്ന് പറഞ്ഞു വെച്ചാൽ സാഡ്ലി, വിഷമത്തോടു കൂടി എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ അവൻ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഏതാണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അവൻ്റെ കരച്ചിൽ സന്തോഷമുള്ളൊരു വിളിയായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഹിസ് മദേഴ്സ് ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവൻ്റെ കരച്ചിൽ സന്തോഷമുള്ളൊരു വിളിയായി മാറി. അവൻ്റെ അമ്മ ഒരു കഷ്ണം മീനും കൊത്തിയെടുത്തുകൊണ്ട് അവൻ്റെ നേർക്ക് പറന്നു വരുന്നതായിട്ട് അവൻ കാണുകയായിരുന്നു ചെയ്തത്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി tapping the rock with his feet, trying to get nearer to her as she flew across. അമ്മ പറന്നെത്തുമ്പോൾ അടുത്താകാനായി അവൻ്റെ കാലുകൾ പാറയിൽ ബലമായി പിടിച്ച് മുന്നോട്ട് ആഞ്ഞു നിന്നു കേട്ടോ. പക്ഷെ പാറത്തട്ടിൻ്റെ മുന്നിൽ എതിർവശത്തായി എത്തിയപ്പോൾ കാലുകൾ തൂക്കിയിട്ടു. ചിറകുകൾ നിശ്ചലമാക്കിയും അമ്മ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
But she was just opposite him, abreast of the lid. She halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അതുപോലെ തന്നെ അമ്മ അങ്ങനെ നിന്നു. അമ്മയുടെ കൊക്കിലെ മീൻ കഷ്ണം ഏറെക്കുറെ അവൻ്റെ ചുണ്ടുകൾക്ക് എത്താവുന്ന തരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. അതെന്താണ്, അവനെ പ്രേരിപ്പിക്കുകയാണ്, ഇങ്ങനെ പറക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. അവൻ ഒരു നിമിഷം ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് അമ്മ തൻ്റെ അരികിലെത്താത്തതെന്ന് അവൻ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുകയാണ്. പക്ഷെ വിശന്ന് ഭ്രാന്ത് പിടിച്ചതിനാൽ അവൻ മീനിലേക്ക് ഇങ്ങനെ കുതിക്കുകയാണ് കേട്ടോ, കുതിച്ചു പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. എന്താ പറയുന്നത്, ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവൻ പാറത്തട്ടിന് വെളിയിലായി താഴേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങി കേട്ടോ. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് ഔട്ട്വേർഡ്സ് ആസ് ഹി പാസ്ഡ് ബിനിയത്ത് ഹെർ. ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. എന്താ പറയുന്നത്, ഇങ്ങനെ അവൻ ഒരു നിമിഷം ഇങ്ങനെ നോക്കി, അപ്പോഴേക്കും അമ്മ താണു അവൻ്റെ മുകളിലേക്ക് പറന്നുയർന്നു. താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ ചിറകടി ശബ്ദം അവന് കേൾക്കാമായിരുന്നു എന്നാ പറയുന്നത്. Then a monstrous terror seized him and his heart stood still. അതുപോലെ തന്നെ അതിശക്തമായ ഒരു ഭയം അവനെ പെട്ടെന്ന് പിടികൂടുകയാണ് ചെയ്തത്. അവൻ്റെ ഹൃദയം എന്തായി, നിശ്ചലമായി. He could hear nothing, but it only lasted a moment. എന്താ പറയുന്നത്, അവന് ചുറ്റുമുള്ളതൊന്നും കേട്ടില്ല, പക്ഷെ ഒരു നിമിഷത്തേക്ക് അത് സംഭവിച്ചുള്ളൂ എന്നുള്ളതാണ്. The next moment he felt his wings spread outwards. അടുത്ത നിമിഷം തൻ്റെ ചിറകുകൾ പുറത്തേക്ക് വിടരുന്നത് അവന് അറിഞ്ഞു എന്നുള്ളതാ പറയുന്നത്. The wind rushed against his breast feathers, then under his stomach and against his wings. അതുപോലെ തന്നെ തൻ്റെ ചിറകിൻ്റെ അറ്റങ്ങൾ വായുവിനെ ഇങ്ങനെ കീറി മുറിക്കുന്നത് അവൻ അറിഞ്ഞു. അവൻ ഇപ്പോൾ താഴേക്ക് തലകുത്തി വീഴുകയല്ല, അവൻ ക്രമേണ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പറക്കുകയാണ്. He could feel the tips of wings cutting through the air. He was not falling headlong now. He was soaring gradually. വെച്ചാല് ഗിവിങ് അപ്പ്, അവങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. Downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. എന്താ പറയുന്നത്, അവനിങ്ങനെ മനസ്സിലായി ക്രമേണ പറക്കുകയാണെന്ന്, താഴേക്കും അകലേക്കും ഇങ്ങനെ പോവുകയാണെന്ന്. അവനിപ്പോൾ എന്തില്ല, ഭയമില്ല. അവന് ഒരല്പം തലകറക്കമേ തോന്നിയുള്ളൂ. തുടർന്ന് അവൻ എന്ത് ചെയ്തു, ചിറകുകൾ ഒരു തവണ ഇങ്ങനെ വീശിയടിച്ചു, പിന്നെ മുകളിലേക്ക് അവൻ പറന്നുയരുകയാണ് ചെയ്തത്. He uttered a joyous scream and flapped them again. സന്തോഷത്തിൻ്റെ ഒരു ചിലക്കൽ നടത്തിക്കൊണ്ട് അവൻ വീണ്ടും ചിറകുകൾ ഇങ്ങനെ അടിക്കുകയാണ് ചെയ്ത്. He soared higher. അവൻ വീണ്ടും ഉയർന്നു പൊങ്ങി. He raised his breast and banged against the wind. അതുപോലെ തന്നെ എന്ത് ചെയ്തു, നെഞ്ചുയർത്തിക്കൊണ്ട് കാറ്റിനെതിരെ അവൻ പറന്നു. ഗാ ഗാ ഗാ. എന്താണ് ഗാ 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 എന്ന് പറഞ്ഞ അവൻ പാടിയിട്ട് ഇങ്ങനെ പറന്നു പോവാണ് കേട്ടോ. ഗോളോള. എന്താണ് ഔല എന്നൊക്കെ പറഞ്ഞ അവൻ പാട്ട് പാടിയിട്ട് ഇങ്ങനെ പറന്നുപോയി. അവൻ്റെ അമ്മ ഉച്ചത്തിൽ ചിറകടി ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ മുമ്പേ പറന്നെത്തി. എന്ത് ചെയ്തു, ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം. വെച്ചാൽ അവൻ്റെ മുന്നിൽ, ക്ലൈംബ് അപ്വേർഡ്സ്, അവൻ്റെ മുന്നിലായിട്ട് ഹെർ വിങ്സ് മേക്ക് എ ലൗഡ് നോയ്സ്. വളരെ ഉച്ചത്തിൽ പറന്നുകൊണ്ട് ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. അവനും അതിനൊരു എതിരായിട്ട് അവനൊരു മറുപടി കൊടുക്കണമല്ലോ. അവൻ്റെ അതുപോലെ ചിറകളിനെ പറത്തി കൊണ്ടുപോയി. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അതുപോലെ തന്നെ മറുപടിയായി അവൻ അമ്മയെ നോക്കി ഒന്നുകൂടി കരഞ്ഞു. അപ്പോഴേക്കും അച്ഛനും ചിലച്ചുകൊണ്ട് അവിടെ പറന്നെത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേന്നാ പറയുന്നത്. Then he saw his two brothers and sisters flying around him, soaring and diving. അപ്പോഴേക്കും തൻ്റെ ജ്യേഷ്ഠന്മാരും അനുജത്തിയും തനിക്ക് ചുറ്റുമുയർന്ന് താണും പറക്കുന്നത് അവൻ അപ്പോൾ കാണുകയാണ് ചെയ്തത്. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. അങ്ങനെ തനിക്ക് ഒരിക്കലും ഇതുവരെ പറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം അപ്പോൾ അവൻ
പൂർണ്ണമായി മറന്നു. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഉയർന്നും താണും അവൻ പറക്കാൻ തുടങ്ങി. ഷ്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ശബ്ദത്തിൽ ഇങ്ങനെ വിത്ത് ലൗഡ് നോയ്സ്, വളരെ ഉയർന്ന ശബ്ദത്തിൽ ഇങ്ങനെ ഇതാക്കാണ് കേട്ടോ. He was near the sea now, flying straight over it, facing out over the ocean. അവൻ ഇപ്പോൾ എന്താണ്, പറന്ന് കടലിനരികിലെത്തി കേട്ടോ. കടലിനെ നോക്കിക്കൊണ്ട് അതിൻ്റെ മുകളിലൂടെ അവൻ എന്ത് ചെയ്യാണ്, പറക്കുകയാണ് ചെയ്തത്. He saw a vast green sea beneath him, with little ridges moving over it. He turned his beak sideways and crowed amusedly. എന്താ പറയുന്നേ, അവനിങ്ങനെ ചെറു ഓളങ്ങളുമായിട്ട് കിടക്കുന്ന അന്ധമായിട്ടുള്ള ആ പച്ചക്കടൽ കണ്ട് അവൻ തല ചരിച്ചുകൊണ്ട് ഒച്ച വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റിഡ്ജസ് എന്ന് പറഞ്ഞാൽ വേവ്സ് ആണ്, തിരമാലകൾ. ഒരു അമ്യൂസ്ഡ്ലി എന്ന് പറഞ്ഞാൽ സർപ്രൈസ്ഡ്, ഭയങ്കര അങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് നോക്കുകയാണ്. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ കൂടപ്പിറപ്പുകളും എല്ലാം ഇതിനകം അവൻ്റെ മുന്നിലായിട്ട് കടൽ പരപ്പിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവനെ മാടി വിളിക്കുകയായിരുന്നു, ഇങ്ങനെ വിളിക്കുവാണ് കേട്ടോ. they were beckoning to him, calling shrilly, ഭയങ്കര അങ്ങനെ ഒച്ചത്തിൽ വിളിക്കുവാണ്. he dropped his leg to stand on the green sea. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, പച്ചക്കടലിൽ വന്ന് നിൽക്കാനായിട്ട് അവൻ കാലുകൾ ഇങ്ങനെ നിവർത്തി. his leg sank into it. അപ്പോൾ ആ കാലുകൾ വെള്ളത്തിൽ ഇങ്ങനെ ആണ്ട് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ he screamed with fright and attempt to rise again, flapping his wings. ഭയന്ന് വിറച്ച് അവൻ നിലവിളിക്കുകയും അതുപോലെ തന്നെ ചിറകടിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. But he was tired and weak with hunger, and he could not rise, exhausted by the strange exercise. അതുപോലെ തന്നെ അവൻ ക്ഷീണമായിട്ട്, അവന് ഫുഡൊന്നും കഴിക്കാതെ വിശപ്പുകൊണ്ട് അവൻ ക്ഷീണിച്ചു. അതുപോലെ തന്നെ അവൻ അപ്പോൾ പറന്നുയരാനായിട്ട് പറ്റിയില്ല. അവന് ഭയങ്കര ക്ഷീണത്തോടു കൂടി അവനിങ്ങനെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷീണിച്ച ഒരു അവശനായ ഒരു അവസ്ഥയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹിസ് സാങ് നോ ഫർദർ. അവൻ്റെ കാലുകൾ പച്ചക്കടലിൽ താണു വയറിൽ ജലനിരപ്പ് വന്ന് മുട്ടി. അവൻ വീണ്ടും താണുപോയതേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. He was floating on it. അവൻ ജലത്തിൽ ഇങ്ങനെ പൊന്തിക്കിടക്കുകയായിരുന്നു. And around him his family was screaming, praising him, and their beaks were offering him scrap of dog fish. അതുപോലെ തന്നെ അവന് ചുറ്റുമായി അവൻ്റെ കുടുംബാംഗങ്ങൾ ചിലയ്ക്കുകയും പ്രോത്സാഹനം നൽകുകയും മീൻ കഷ്ണങ്ങൾ നൽകാൻ തുടങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. He had made his first flight. അങ്ങനെ അവൻ തൻ്റെ ആദ്യ പറക്കൽ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കുഞ്ഞു പക്ഷിക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അവരുടെ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്, പറന്നുയർന്നത്. അവൻ വിചാരിച്ചത് വീട്ടുകാർ കൊണ്ട് തരും, ഫുഡ് തരും, അങ്ങനെ ജീവിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം മൊത്തം അവന് ഫുഡ് കിട്ടാതായപ്പോൾ അവന് തന്നെ ഇങ്ങനെ തോന്നി, അവരുടെ വീട്ടുകാരുടെ ഒരു ഹെൽപ്പോട് കൂടി അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ആ ഒരു കാര്യം, പറക്കൽ എന്നുള്ളൊരു ലക്ഷ്യം അവൻ നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയായിട്ട് നിങ്ങൾ ഓരോ പാരഗ്രാഫും വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റോറി കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായി വായിക്കുക. ഈ ഒരു സ്റ്റോറിയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ മെസ്സേജസ് ആണ് തരുന്നത് അല്ലേ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. കൂടുതലും ഈ ഒരു സ്റ്റോറിയുടെ റിവ്യൂ അങ്ങനെയുള്ള രീതിയിലൊക്കെ പല ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. സോ നല്ല രീതിക്ക് ചാപ്റ്റർ വായിക്കുക. ഒന്നുകൂടെ ക്ലാസ് കേട്ടതിന് ശേഷം വായിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക്